എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കട്ടിങ് ഇല്ലാത്ത ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടിങ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. കണ്ടോ, ഇതിന് കട്ടിങ് ഇല്ല, ഫ്രണ്ട് ഭാഗത്ത് ടെക്കും ഇല്ല, കക്ഷത്തിൻ്റെ അവിടെ നിന്നും താഴെ നിന്നുള്ള ടെക്കുകൾ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ബ്ലൗസിന് നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് നന്നായി മടക്കി പിടിക്കുക. ബാക്ക് ഭാഗമാണ് പിടിക്കേണ്ടത്. ഷോൾഡർ കറക്റ്റാക്കി വെക്കുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് ചെറുതാവുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ അതിനുള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഇതുപോലെ പിടിക്കുക. നല്ല കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം വേണം നമുക്ക് തുണിയിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിന് മുന്നേ തുണിയുടെ അടിഭാഗം നമുക്ക് മടക്കി അടിക്കാനുള്ള ഭാഗം, അതായത് നമുക്ക് ഈ ബ്ലൗസിന് അടിഭാഗം കുറച്ച് വീതിയിൽ നമ്മൾ മടക്കി അടിക്കും. അപ്പോൾ അതൊരു 1.5 ഇഞ്ച് വീതിയിലാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു വരട്ട് കൊടുത്തിട്ടുണ്ട്. ആ വരയിലേക്ക് നമ്മൾ ഇതാ ഈ ബ്ലൗസിനെ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. കണ്ടോ, അതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം കഴുത്ത് കറക്റ്റാക്കി വെക്കാൻ ശ്രമിക്കണം. ഒരിക്കലും വൈഡായി പോവാതെ ഒരു 2-2.25 ഇഞ്ചിലൊക്കെ വൈഡ് വേണ്ടി വരുള്ളൂ. കുറച്ച് പ്രായമുള്ളവരാണ് ഇതുപോലത്തെ ബ്ലൗസ് ഇടാറ് കേട്ടോ. അപ്പോൾ അവർക്ക് വലിയ വൈഡ് വേണ്ടി വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒതുക്കി പിടിക്കുക. കഴുത്ത് കണ്ടോ, ഇതുപോലെ ഒതുക്കി പിടിക്കുക. നമുക്ക് ബ്ലൗസ് പിടിക്കുമ്പോൾ അറിയാൻ കഴിയും അത് വൈഡായി പോവാതെ ഭംഗിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് അധികം ആവില്ല. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചിടാം. കണ്ടോ, നമ്മൾ കഴുത്ത് ഇങ്ങനെയാണ് വരച്ചിടുക. അപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ഒരു വ്യത്യാസവും വരില്ല. പിന്നെ ഇതുപോലെ ഷോൾഡർ നമ്മൾ കുറച്ച് കയറ്റി വരയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ. നമുക്ക് അവിടെ തയ്യൽ തുമ്പ് കിട്ടണം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തേക്കുള്ള വരയും വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ തയ്യലിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് മാറിയിട്ട് വേണം. അതുപോലെ താഴെ ഭാഗം തന്നെ അടയാളപ്പെടുത്തുമ്പോൾ തയ്യലിൽ നിന്ന് 4 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് വേണം വരയ്ക്കാൻ. അടിഭാഗം നമുക്ക് ടെക്കിടാനുള്ളത്, അതുകൊണ്ട് കറക്റ്റാക്കി വരയ്ക്കരുത്. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ട് വരച്ചിടാം. അടിഭാഗം നമുക്ക് ടെക്ക് വരാനുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരിക്കലും കറക്റ്റാക്കി വരയ്ക്കാൻ പാടില്ല, നമുക്ക് ടെക്കിടാൻ കഴിയില്ല. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഉള്ളത് നമുക്കൊരു ചതുരാക്കി വരച്ചിട്ട് നമുക്ക് അത് കറക്റ്റാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം ടെക്കിടാനുള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റുള്ള വരയിൽ നീക്കി വരച്ചത് കണ്ടില്ലേ, ആ ഒരു വരയാണ്. പക്ഷേ ഈ ഒരു വരയ്ക്ക് ചെറിയൊരു വളവുണ്ട്, അതൊന്നും കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. അത് ശരിയായിട്ടില്ല വരച്ചത്. അതിനുശേഷം അവിടെ ഇത് ചെരിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ബാക്ക് പീസ് വെട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ വരച്ചിട്ടിട്ടുള്ളത്. ഇങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെട്ടിയെടുക്കാം. നമുക്കൊന്ന് നടന്ന് നോക്കണം, നമ്മുടെ ബ്ലൗസിൻ്റെ അളവും നമ്മൾ എടുത്ത അളവും കറക്റ്റാണെന്ന് നടന്ന് നോക്കും വേണം. പിന്നെ ടെക്കിടാൻ വേണ്ടിയിട്ടാണ് ഈ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ 11 ഇഞ്ച് ഇറക്കത്തിലാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അതാണ് ടെക്ക്. ഇതിപ്പോൾ ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസിനും നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഈ ഒരു ടെക്കിൻ്റെ അളവ് കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള അളവ് മാത്രമേ നമുക്ക് ഇടാനുണ്ടാവുള്ളൂ ഫ്രണ്ട് പീസ് വെക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതോ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കറിയാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക. അങ്ങനെയുള്ള കൂട്ടുകാർ അത് കമൻറ്റിൽ അറിയിക്കുക. എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ വരച്ചിട്ട വരയിലൊക്കെ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് മടങ്ങേണ്ട ഭാഗങ്ങളും മടക്കേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് അടിക്കേണ്ട ഭാഗങ്ങളൊക്കെ നമുക്കറിയാൻ വളരെ എളുപ്പമായിരിക്കും. അതിനാണ് ചെറിയ വെട്ടിടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടോ, സൂചി ഉപയോഗിച്ച് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അടയാളം കിട്ടും. അപ്പോൾ ഇങ്ങനെ ബാക്ക് ഭാഗം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇന്ന് കൈയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. കൈ നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാൻ. അപ്പോൾ കൈ ഇതുപോലെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അടി മടക്കി പോകാനുള്ള ഭാഗമാണ് വരച്ചിട്ടുള്ളത്. വര കണ്ടില്ലേ, ആ വരയിലേക്കാണ് നമ്മൾ കയ്യിനെ ഒരു കൈ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒക്കെ ഇതുപോലെ ബ്ലൗസൊക്കെ വെട്ടുമ്പോൾ ഇതുപോലെ വെച്ച് വെട്ടുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. വെച്ച് വെട്ടിയാൽ നമ്മൾ അളന്ന് നോക്കണേ, എങ്കിലേ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. കണ്ടോ, ഇത് നമുക്ക് വെട്ടാനുള്ള വരയാണ്. നമുക്ക് അടയാളപ്പെടുത്തിയതിലൂടെ കയ്യിൻ്റെ വരച്ച ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ കുഴിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഫ്രണ്ട് ഭാഗം എപ്പോഴും കുഴിച്ച് വെട്ടാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുകൂടെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ എന്തൊരു വർക്ക് വന്നാലും നമ്മൾ
നഷ്ടപ്പെടുത്താതെ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞ് മടക്കി വിടാതെ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോകളും നമുക്ക് നമ്മുടെ യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അത് നോക്കുക. അറിയാത്തവർക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ വർക്കുകൾ നമ്മൾ കൂടുതൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്കുഴി നമ്മളിവിടെ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. കൈയും കൈക്കുഴിയൊക്കെ ശരിയാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ തുണിയെ ഒന്നാണ് തിരിച്ചിടുമ്പോൾ നമുക്ക് രണ്ട് വെട്ടുള്ള ഭാഗമല്ലേ പിന്നെ വരിക, കരഭാഗം. ആ ഭാഗത്താണ് പിന്നെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് എന്തായാലും ഇവിടെ ഓപ്പൺ വേണ്ടതാണല്ലോ ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടല്ലേ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും വെട്ടിയെടുക്കാൻ കഴിയും. എപ്പോഴും വെച്ചിട്ട് കയ്യിലെ തുണി കൊണ്ടൊന്ന് കൈ കൊണ്ട് ഉഴിഞ്ഞ് ശരിയാക്കണം. എവിടെയെങ്കിലും വല്ല ചുളിവോ മടക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എവിടെ ചുളുങ്ങി നിൽക്കുന്നുണ്ട് വെച്ചാൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഭംഗി ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ചെരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈ കൊണ്ട് ഉഴിഞ്ഞ് ശരിയാക്കുന്നതിന് ശേഷം നമ്മൾ ഇത് ഷോൾഡറും കൈക്കുഴിയുടെ ഭാഗവും ഇതുപോലെ വരഞ്ഞിടുക. അതുപോലെ സൈഡും വരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് പീസിനെ നമുക്ക് ഇതൊന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്കിനുള്ള അടയാളം കൂടി ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും കറക്റ്റായിട്ട് നമുക്ക് ടെക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം വെച്ച് അത് കുളുത്ത് വരുന്ന ഭാഗം വെച്ചിട്ടാണ് ഞാൻ കഴുത്ത് വരച്ചിടാറ്. കണ്ടില്ലേ, അതും ഇതുപോലെ തന്നെ കറക്റ്റാക്കി വെക്കുക. ഈ കഴുത്ത് എപ്പോഴും കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ മലന്ന് പോയി ഷോൾഡർ ഇറങ്ങുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴുത്ത് വെക്കുമ്പോൾ നമുക്ക് ഷോൾഡർ അടിക്കാനുള്ള തുമ്പ് ഇറക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് കഴുത്ത് വരച്ചിടുമ്പോൾ. അപ്പോൾ നമ്മുടെ കഴുത്തും വരച്ചിട്ട് ടെക്കായി. പിന്നെ ഈ ഒരു ടെക്ക് കണക്കാക്കിയിട്ട് നമ്മൾ സൈഡിലേക്കുള്ള ടെക്കിനെ വരച്ചിടും. കണ്ടോ ആ ടെക്കാണ് അവിടെ വരച്ചിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസും കൂടി വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് ഏകദേശം പൂർണ്ണമാവും. പിന്നെ നമുക്കിതിന് മാറ് വയ്ക്കാനുള്ള പീസും പിന്നെ കഴുത്തിനുള്ള പീസും മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അത് നമുക്ക് ഇതുപോലത്തെ വെട്ട് പീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ട് ഉള്ള സ്റ്റിച്ചിങ്ങിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി ഇടണേ. അപ്പോൾ എനിക്ക് കൂടുതൽ മാറ്റം വരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൈക്കുഴിയും വെട്ടിയെടുത്തു. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങാണെന്ന് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഉപകാരം ആയിക്കോട്ടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏത് വർക്ക് വന്നാലും നമ്മൾ ധൈര്യത്തോടു കൂടി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സുഖമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വർക്കുകളൊന്നും മുടങ്ങിപ്പോവാതെ ഏറ്റെടുക്കുക. വീണ്ടും വരാം. ബായ്.